മാന്യ സദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി, സദസ്സിലിരിക്കുന്ന മറ്റ് അംഗങ്ങളെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് 76ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. അന്നേ ദിനമാണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നെങ്കിലും 1950-ലാണ് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്. ലോകത്തിലേക്ക് വെച്ച് തന്നെ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യയുടേത്. 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചത്. ഡോക്ടർ BR അംബേദ്കർ ചെയർമാനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതിൻ്റെ ഓർമ്മ പുതുക്കലാണ് നാം ഇന്നിവിടെ ആഘോഷിക്കുന്നത്. ജനങ്ങൾക്ക് പരമാധികാരമുള്ള രാഷ്ട്രീയ വ്യവസ്ഥയാണ് റിപ്പബ്ലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനക്ഷേമ രാഷ്ട്രം എന്നാണ് റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം. റൈസ് പബ്ലിക് എന്ന ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഈ വാക്കുണ്ടായത്. നമ്മുടെ ഭരണഘടനാ പ്രകാരം നമ്മുടെ ഭരണാധികാരികളെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം നമുക്കുണ്ട്. 1950 ജനുവരി 26-നാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഭരണഘടനാ പ്രകാരം ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ്. പല ജാതിയിലും മതത്തിലും സംസ്കാരത്തിലും ഭാഷയിലും ഉൾപ്പെട്ട ആളുകളെ ഒന്നിച്ചു നിർത്തുക എന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളോടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത്. ഒറ്റ വാചകത്തിലുള്ള ഒന്നാണ് ഈ ആമുഖമെങ്കിലും ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചും രാഷ്ട്ര സംവിധാനത്തെക്കുറിച്ചുമുള്ള ഏറ്റവും പ്രൗഢമായ പ്രസ്താവനയാണ് ആമുഖത്തിലുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് തുടങ്ങിയ വിശേഷണങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിലുണ്ട്. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗവും ആമുഖം തന്നെയാണ്. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ ഉറപ്പു നൽകുന്നതാണ് ഇന്ത്യയുടെ ഭരണഘടന. റിപ്പബ്ലിക് ദിനം നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങളും തത്വങ്ങളും ഓർമ്മിപ്പിക്കാനുള്ള അവസരമാണ്. ഓരോ റിപ്പബ്ലിക് ദിനത്തിലും ദേശീയ പതാക ഉയർത്തിയും ദേശീയ ഗാനം ആലപിച്ചും റിപ്പബ്ലിക് ദിനം നമ്മൾ ആഘോഷിക്കുന്നു. ഇന്ത്യയുടെ വൈവിധ്യവും ഐക്യവും ഉയർത്തിക്കാട്ടുന്ന ഗംഭീര പ്രകടനങ്ങളാണ് റിപ്പബ്ലിക് ദിന ആഘോഷത്തിൻ്റെ പ്രധാന ആകർഷണം. സൈനിക പരേഡുകളും സാംസ്കാരിക പരിപാടികളും കർത്തവ്യപാതയിൽ നടത്തപ്പെടുന്നു. ഈ സമയത്ത് ഓരോ സംസ്ഥാനങ്ങളുടെ ആചാരങ്ങളും കലാപരമായ ആവിഷ്കാരങ്ങളും നൃത്തരൂപങ്ങളും റിപ്പബ്ലിക് ദിനത്തിൽ പ്രദർശിപ്പിക്കുന്നു. രാഷ്ട്രപതിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തലും നടത്തുന്നു. നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നതിന് വേണ്ടി അഹോരാത്രം പോരാടിയ എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം. സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശമാണ് ഓരോ റിപ്പബ്ലിക് ദിനവും നമുക്ക് നൽകുന്നത്. നമ്മുടെ നാടിൻ്റെ അഖണ്ഡതയെ തകർക്കുവാൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിയെയും പരാജയപ്പെടുത്തുവാനും നമ്മുടെ നാടിൻ്റെ പുരോഗതിക്കായും നമുക്ക് കൈകോർത്ത് പ്രവർത്തിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.